ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എവിടെ പോവാ? ഏത് എയർപോർട്ടിലാണ് പോകുന്നത്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടില് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മളുടെ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി മേടിച്ച ഡെലിവറി ചെയ്തതും അതിനുശേഷം നമ്മുടെ വണ്ടിയോട് നമ്മൾ ഇതുവരെ ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളിതൊരു ചെറിയ ട്രിപ്പ്, നമുക്ക് ലോങ് ട്രിപ്പ് പോകാനുള്ള സമയം കിട്ടിയില്ല. ഡ്രസ്സ് അതിന് പോകുന്ന വഴിക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ നമ്മൾ കാണിക്കണോ? എടുക്കണോ? നമുക്ക് നോക്കാം. ഡ്രസ്സ് എടുക്കുന്ന പറ്റുമെങ്കിൽ ഡ്രസ്സ് കൊണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് പോവാണ്. നമ്മളിന്ന് കൊച്ചി എയർപോർട്ടിൽ പോകുന്നുണ്ട്. അവിടെ നമ്മൾ പ്ലെയിൻ കാണും. ഫസ്റ്റ് നമ്മൾ ഡ്രസ് മേടിക്കും. എന്നിട്ട് നമ്മൾ രാത്രിയായിട്ട് പ്ലെയിൻ കാണാൻ പോകും. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓണം പർച്ചേസ് ഉണ്ട്. കാരണം നമുക്കിനി ദിവസമില്ല. നെക്സ്റ്റ് വീക്ക് ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കാരണം നമുക്ക് പിന്നെ ഇടയ്ക്ക് ഇറങ്ങാൻ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഓണത്തിൻ്റെ ചെറിയൊരു പർച്ചേസും പിന്നെ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ദേവട്ടി എന്താ ഓർഡർ ചെയ്തേ? തൊപ്പിയോ? എന്താ തൊപ്പി തന്നെ? അല്ല, തൊപ്പി എന്ന് പറഞ്ഞാൽ എന്താ? തല വെക്കുന്ന ക്യാപ്പാണോ നീ ഹോട്ടലിൽ വന്നിട്ട് മേടിക്കാൻ പോയെ? എന്താ നെയ്റോ? നീ എന്താ ഓർഡർ ചെയ്തേ? നമ്മൾ വെറും തൈര് സാധനം. നമ്മള് ഷെയർ ചെയ്ത് കഴിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നമ്മളിപ്പം കൊച്ചി എയർപോർട്ടിലേക്ക് പോവാണ്. കുറച്ച് നേരമായി നമ്മളിത് പറയുന്നു. പക്ഷേ നമ്മൾ ഓൺ ദ വേ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ അവിടെ ആദ്യം ചെന്നെടുത്ത് നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എടപ്പള്ളിയിൽ വന്നു, ലുലുവിൻ്റെ അടുത്ത് വന്നു. അവിടെ നമ്മൾ MCRൽ കയറി കുട്ടിന് ഷർട്ട് എടുത്തു. ഇനി ദേവൂട്ടിക്കുള്ളത് കിട്ടിയിട്ടില്ല. ഇനി നമ്മളത് എടുക്കും. പക്ഷേ ഇപ്പം നമുക്ക് ഇപ്പം പോയാലേ ഉള്ളൂ നമുക്ക് പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡേ ലൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് പ്ലെയിൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വീണ്ടും കടയിൽ കയറി ദേവൂട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കും. പൊങ്ങാനായിട്ട് ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട്. ആ കുഞ്ഞിത്തല ഈ ഗ്ലാസ് കഴിയാത്ര വരുന്ന ഒരു
അനുകൂട്ട പറഞ്ഞു ഇപ്പൊ എന്താ ദേവട്ടി കാണാമോ ആ വരട്ടെ അത് വരുന്നില്ല അത് വരുന്നേ ഉള്ളൂ നമുക്ക് ഒരാൾക്ക് വിമാനത്തിൽ ലേറ്റായിരുന്നു ബാക്ക് ചെയിൻ ചെയ്യുന്ന ഇതും അതും കൂടെ ഒറ്റ ഷോട്ട് കിട്ടി. ഇപ്പൊ എത്ര വിമാനം കണ്ടു ശരിക്കും എത്ര ഉണ്ടോ ഒരെണ്ണല്ല അടുത്ത് കണ്ടുള്ളൂ ഞാൻ 3 എണ്ണം കണ്ടായിരുന്നു. എപ്പോഴൊക്കെ നേരത്തെ എയർപോർട്ടിന്റെ റോഡിൽ കയറുന്നതിന് മുമ്പ് ഒരെണ്ണം കണ്ടായിരുന്നു. ഒന്ന് ലാൻഡ് ചെയ്യുന്നല്ലോ ഒരെണ്ണം ലാൻഡ് ചെയ്തതും കണ്ടു ഒരെണ്ണം ടേക്കിംഗ് കണ്ടു. ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ വന്നവരുടെ തിരക്ക് നോക്കി ബാക്കിലോട്ട് കറക്റ്റ് അത്ര നല്ല വെയിലായിരിക്കുമല്ലോ നല്ല ചൂടല്ലേ ഇപ്പൊ നമ്മൾ കാറ്റൊക്കെ അടുത്തൊരു ടേക്ക് ഓഫ് വിമാനത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത് വരുന്നുണ്ട്. ചേട്ടന്മാർ മീനെ പിടിക്കുകയാണ് എയർപോർട്ടിൻ്റെ സൈഡിലത്തെ ട്രെയിൻ. ചേട്ടന്മാർ
നീൽക്കുട്ടൻ അവിടെ ഉണ്ട്. ഇന്ന് വന്നത് വെറുതെ ആയിപ്പോയി. വെറുതെ വെച്ചാൽ 1-2 വിമാനം ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് താമസിച്ചുപോയി. നമുക്ക് ഒരുപാട് വിമാനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. 2 ടേക്ക് ഓഫ് കണ്ടുള്ളൂ. ബാക്കി കുറെ ലാൻഡിങ് ആയിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അങ്ങേറ്റത്തൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിശദമായ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് വേറൊരു ദിവസം വരും. എന്തായാലും ഇന്ന് നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു സാമ്പിൾ ചെയ്ത് നോക്കി. അപ്പൊ നമ്മൾ മനസ്സിലായി ഇച്ചോടെ നേരത്തെ വരണം. നമ്മൾ ഓൺലൈനിൽ നോക്കിയായിരുന്നു ടൈമിംഗ് ഒക്കെ. അപ്പൊ ഒരു 3 to 6 കുറെ വിമാനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് 5:30 ആയി. ഇനിയിപ്പോ അടുത്ത വിമാനമുള്ളത് 6:45 6:45 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രിയാവും. മാത്രമല്ല രാത്രി ആവുമ്പത്തേക്ക് പിന്നെ കാണത്തൂല്ല. അപ്പൊ അതുകൊണ്ട് കാര്യം നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ക്ലബ് ചെയ്ത കാരണം നമുക്ക് ഇച്ചിരി എന്താ പ്രശ്നം വന്നു. ഡ്രസ് വാങ്ങിക്കണം. ദേവുട്ടിയുടെ ഓണക്കോടി മേടിച്ചിട്ടില്ല. ദേവുട്ടിക്ക് നെക്സ്റ്റ് വീക്ക് ഓണാഘോഷമൊക്കെ ഉള്ളതാണ് സ്കൂളിൽ. അപ്പം ഓണാഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നീവിക്കുട്ടന്റെ ഡ്രസ്സ് ഞങ്ങൾ ഷർട്ട് മേടിച്ചു. പിന്നെ ദേവുട്ടിക്കുള്ള ഡ്രസ്സ് മേടിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് പിന്നെ ബാക്കി കുഞ്ഞു പിള്ളേർക്കൊക്കെ ഓണക്കോടി എടുക്കണം. അപ്പൊ 2 കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് തീർക്കാനുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അത് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് നാളെ റെസ്റ്റ് എടുക്കാൻ സൺഡേ. ഓക്കെ, ബാക്കി എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാം. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. നിവിക്കുട്ട ബൈ പറഞ്ഞേ. നിവി എന്റെ മാത്രം റെഡ് കൈ. ദേവിക്ക് പട്ടുപാട് എടുക്കാനായിട്ട് വന്നു. ഇപ്പൊ സ്വന്തര സീസിലാണ് നോക്കിണ്ടിരിക്കുക. എനിക്ക് ഇത് കുറച്ച് പിടിച്ചോളൂ.